അർജന്റീന അമ്പരപ്പിക്കുകയാണ്. കഴിഞ്ഞ ദിവസം എമി മാർട്ടിനസ് പറഞ്ഞ വാക്കുകളാണ് ഓർമ്മ വരുന്നത്. ലോകത്തിലെ ഏറ്റവും മികച്ച ടീമായി, ചരിത്രത്തിലെ ഏറ്റവും മികച്ച ടീമായി അർജന്റീനയെ ഫുട്ബോൾ ലോകം പ്രഖ്യാപിക്കണം. അതിനും എമി പറഞ്ഞതിൽ കാരണങ്ങളേറെയാണ്. സ്കലോണി ആശാന്റെ തന്ത്രങ്ങൾ പൂട്ടാൻ 11 കളിക്കാർക്കുമപ്പുറം അവരുടെ കോച്ചിങ്ങിനും സാധ്യമാകുന്നില്ല എന്നിടത്താണ് അർജന്റീനയുടെ വിജയം തുടങ്ങുന്നത്. ഓർമ്മ വരുന്നത് മെക്സിക്കോക്കെതിരായുള്ള വേൾഡ് കപ്പിലെ ഗ്രൂപ്പ് റൗണ്ട് പോരാട്ടം. സൗദിയോടേറ്റ അപ്രതീക്ഷിത പരാജയം അർജന്റീനയെ ലോകമെമ്പാടുമുള്ള അർജന്റീന വിരോധികൾ ആഘോഷിച്ചു. പറയാൻ വാക്കുകളില്ലാതെ അർജന്റീന ആരാധകർ തോൽവിയെ മനസ്സിൽ അലിയിപ്പിച്ചു കളഞ്ഞു. മെക്സിക്കോക്കെതിരെ സമ്മർദ്ദങ്ങളേറെ നിറഞ്ഞ് അക്യൂന, മാർട്ടിനസ്, ഒട്ടാമെൻഡി, മോണ്ടിയേൽ, റോഡ്രിഗസ്, ഡിപോൾ, മാക്കലിസ്റ്റർ, ഡിമേരിയ, മുന്നേറ്റത്തിൽ മെസ്സി, ലൗതോരോ മാർട്ടിനസ് എന്നിവരെയും അണിനിരത്തി ഒരു ജീവൻ മരണ പോരാട്ടത്തിന് അർജന്റീന കളത്തിലിറങ്ങുകയാണ്. ഇത്രയും വലിയ സമ്മർദ്ദങ്ങളെ എങ്ങനെ അതിജീവിക്കുമെന്ന ചോദ്യത്തിന്റെ 90 മിനിറ്റുകളാണ് ബാക്കിയുള്ളത്. തോറ്റാൽ വേൾഡ് കപ്പിലെ ഏറ്റവും മികച്ച ഫേവറേറ്റുകളായ അർജന്റീനക്ക് പുറത്തു പോകാം. അർജന്റീനയിലെ കളിക്കാരും കോച്ചും സമ്മർദ്ദമാണെന്നറിഞ്ഞതുകൊണ്ട് തന്നെ ഒരു മെക്സിക്കൻ തിരമാലയെപ്പോലെ മെക്സിക്കൻ ടീം അർജന്റീന ബോക്സിലേക്ക് ഇരച്ചു കയറി. പലതും തോൽക്കാൻ മനസ്സില്ലാത്ത പ്രതിരോധ ഭടന്മാരുടെ കാലിൽ തട്ടി തെറിച്ചു. മുന്നേറ്റത്തിലേക്ക് ഇറങ്ങിയ അർജന്റീനയെ പലതവണ കൗണ്ടർ അറ്റാക്കുകൾ കൊണ്ട് മെക്സിക്കോ വിറപ്പിച്ചു. കളിയുടെ ഓരോ സെക്കൻഡും എങ്ങനെയാണ് അർജന്റീന ആരാധകർ കണ്ടു തീർത്തത് എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരമില്ല എന്നതാണ് സത്യം. തുടക്കം മുതൽ കോർണർ കിക്കുകൾ കൊണ്ടും ഫ്രീ കിക്കുകൾ കൊണ്ടും മെക്സിക്കോ മുന്നേറ്റത്തിൽ ഉറച്ചു തന്നെ നിന്നു. പല ഫൗളുകൾ കൊണ്ടാണ് മെക്സിക്കോയെ ആദ്യ മിനിറ്റുകളിൽ അർജന്റീന നേരിട്ടത്. എന്നാൽ പതിയെ അർജന്റീന തങ്ങളുടെ ഓരോ മുന്നേറ്റങ്ങളായി പുറത്തെടുത്തു. അതിനിടെ അർജന്റീനയുടെ ബോക്സിലേക്ക് ഇരച്ചു കയറിയ മെക്സിക്കൻ താരത്തെ 2 താരങ്ങൾ ചേർന്നാണ് തടഞ്ഞിട്ടത്. അതിന് മെക്സിക്കോക്ക് അനുകൂലമായി ലഭിച്ച ഫ്രീ കിക്ക് ഒരു ഭാഗ്യമെന്നോണമായിരിക്കാം എമിയുടെ കൈകളിൽ തട്ടി രക്ഷപ്പെട്ടത്. ആദ്യ പകുതിയിലെ അർജന്റീനയുടെ കളി കണ്ടവർ ഏകദേശം വിലയിരുത്തി കാണും ഈ ഒരു മത്സരം വിജയിക്കാൻ അർജന്റീനക്ക് ബുദ്ധിമുട്ടായിരിക്കുമെന്ന്. തോൽക്കാനുള്ള സാധ്യതയായിരിക്കും അവർ കൂടുതലും എഴുതിയിട്ടുണ്ടാവുക. കാരണം ആദ്യ പകുതി അർജന്റീനയുടെ ശക്തമായ സമ്മർദ്ദത്തിനു മേൽ അഴിഞ്ഞാടുകയായിരുന്നു മെക്സിക്കോയുടെ നിരന്തര മുന്നേറ്റങ്ങൾ കണ്ടപ്പോൾ എപ്പോഴുമെങ്കിൽ മാത്രമായിരുന്നു അർജന്റീന മെക്സിക്കോ ബോക്സിലേക്ക് കയറിയത്. കൂടുതലും മെക്സിക്കോയുടെ മുന്നേറ്റങ്ങളാണ് കണ്ടത്. എന്നാൽ പല സമയങ്ങളിലും പരുക്കൻ കളിയിലേക്ക് നീങ്ങുന്നതും കാണാമായിരുന്നു. ഇരു ടീമും നിരന്തരം ഫൗളുകളിലൂടെയായിരുന്നു ആദ്യ പകുതിയിലെ മത്സരങ്ങൾ ഏകദേശം തീർത്തത്. നിരന്തരമുള്ള അറ്റാക്കിംഗ് കണ്ട് അർജന്റീന ആരാധകർ ഒന്നടക്കം പല നിമിഷങ്ങളിൽ വിറച്ചിട്ടുണ്ടാകണം. വിജയമല്ലാതെ മറ്റൊന്നും അർജന്റീനക്കരികിൽ ലക്ഷ്യമുണ്ടായിരുന്നില്ല. 2022 വേൾഡ് കപ്പിലെ ഏകദേശ അല്ലെങ്കിൽ എല്ലാ ടെക്നോളജികളും പ്രവചനങ്ങൾ നടത്തിയത് ഇത്തവണത്തെ വേൾഡ് കപ്പ് അർജന്റീന കാണുക എന്നതാണ്. പ്രവചനക്കാരുടെ പ്രവചനങ്ങൾ തെറ്റാതിരിക്കാൻ ലിയണൽ മെസ്സിക്കൊരു കിരീടം നേടാൻ 32 വർഷങ്ങൾക്കു ശേഷമുള്ള ലോക കിരീടമണിയാൻ എല്ലാത്തിനും അർജന്റീനക്ക് വിലപ്പെട്ട 3 പോയിന്റ് ആ മത്സരത്തിൽ വേണമായിരുന്നു. നായകൻ ലിയണൽ മെസ്സിയെ വരിഞ്ഞു മുറുക്കിക്കൊണ്ടായിരുന്നു പ്രതിരോധ നിര മെക്സിക്കോ ശക്തിപ്പെടുത്തിയത്. ഇതിനിടെ അർജന്റീനയുടെ 1-2 മുന്നേറ്റങ്ങൾ കണ്ടെങ്കിലും ലക്ഷ്യത്തിലെത്തിക്കാൻ അർജന്റീനക്ക് സാധിച്ചില്ല. അർജന്റീന ആരാധകരെ ഒന്നടക്കം ഞെട്ടിപ്പിച്ചുകൊണ്ടായിരുന്നു മത്സരത്തിന്റെ ആദ്യ പകുതിയുടെ അവസാന നിമിഷത്തിൽ മെക്സിക്കോ താരത്തെ മോണ്ടിയേൽ ഫൗൾ ചെയ്ത് വീഴ്ത്തിയത്. മോണ്ടിയേലിന്റെ യെല്ലോ കാർഡിന് പുറമെ മെക്സിക്കോയുടെ മനോഹരമായ ഫ്രീ കിക്ക് ഗോളെന്നുറപ്പിച്ചതാണ്. കാവൽക്കാരനായ എമിയുടെ നീണ്ട കൈകൾ അവിടെ സഹായത്തിനെത്തുന്നു. വിലപ്പെട്ട അർജന്റീനയുടെ 3 പോയിന്റുകൾ എമി ഭദ്രമായി സൂക്ഷിക്കപ്പെടുന്നു. വീണ്ടും മെക്സിക്കൻ തിരമാലകൾക്ക് അവസാനമില്ലാത്ത മുന്നേറ്റങ്ങൾ തുടർന്നുകൊണ്ടേയിരുന്നു. ഒടുവിൽ ആദ്യ പകുതിക്ക് വിരാമം. ഇരു ടീമുകൾക്കും ഗോളടിക്കാനാകാതെ 0-0. രണ്ടാം പകുതി തുടങ്ങിയത് അർജന്റീനയുടെ മുന്നേറ്റം കണ്ടുകൊണ്ടായിരുന്നു. പ്ലാനുകളിൽ കൃത്യമായി മാറ്റം വരുത്തി സമ്മർദ്ദഘട്ടങ്ങളെ എങ്ങനെ അതിജീവിക്കണമെന്ന സ്കലോണിയുടെ പാഠപുസ്തകത്തിൽ വീണ്ടും എഴുതി വെച്ച മറ്റൊരു അധ്യായത്തിന് കൂടിയായിരുന്നു അവിടെ തുടക്കം കുറിച്ചത്. അർജന്റീനയുടെ മുന്നേറ്റം കണ്ടായിരുന്നു രണ്ടാം പകുതി തുടങ്ങിയത്. ഒടുവിൽ താങ്കൾ കൃത്യമായി മാർക്ക് ചെയ്യപ്പെട്ടു എന്ന് കരുതിയ ലിയണൽ മെസ്സി പതിയെ പൂട്ടുപൊളിക്കാൻ ആരംഭിച്ചു എന്നതാണ് രണ്ടാം പകുതിയിൽ കാണാൻ സാധിച്ചത്. ഒടുവിൽ അർജന്റീന ആരാധകരുടെ കാത്തിരിപ്പിന് വിരാമമെന്ന പോലെ ഡിമേരിയ നീട്ടി നൽകിയ പന്തുമായി ലിയണൽ മെസ്സിയുടെ ബോക്സിന് പുറത്തു നിന്നുള്ള ഇടങ്കാലൻ ഷോട്ട്. എത്രയും ശ്വാസമടക്കി പിടിച്ച അർജന്റീന ആരാധകർ നിശ്വാസത്തോടെ ഉറപ്പിച്ചു പറഞ്ഞു, മെസ്സി അവതരിച്ചു, അർജന്റീന എവിടെയും പോയിട്ടില്ല. മെസ്സിയുടെ ഇടങ്കാലൻ ഷോട്ടിനൊരു തടയിടാൻ പോലും ഏറ്റവും മികച്ച ഗോൾ കീപ്പർ എന്ന് വിലയിരുത്തപ്പെടുന്ന ഒച്ചാവോക്കായില്ല.
ഒടുവിൽ എല്ലാം മനോഹരമെന്നതുപോലെ അർജന്റീന 1 മെക്സിക്കോനിൽ. മെസ്സിയുടെ ഇടങ്കാൽ ഷോട്ടിന് ബ്ലോക്ക് നിൽക്കാൻ വന്ന 3 മെക്സിക്കൻ താരങ്ങളെയും നിഷ്പ്രഭമാക്കി ഒടുവിൽ ലോകകപ്പിലെ തന്നെ മിന്നുന്ന ഗോൾ കീപ്പർ എന്ന വിലയുള്ള ഒച്ചാവോയുടെ പോസ്റ്റിലേക്കായിരുന്നു ഗ്രൗണ്ടർ മെസ്സി പായിച്ചത്. വാമോസ് അർജന്റീന. സമ്മർദ്ദങ്ങൾ നിറഞ്ഞൊരു 45 മിനിറ്റുകൾ കടന്നുപോയി. ഗോളടിച്ചതോടുകൂടി സമ്മർദ്ദങ്ങളെ അതിജീവിച്ച അർജന്റീന തുരുതുരാ മുന്നേറ്റങ്ങളായിരുന്നു പിന്നെ മെക്സിക്കൻ വലയിലേക്ക് പുറപ്പെടുവിച്ചു കൊണ്ടിരുന്നത്. കൃത്യമായ 3 പോയിന്റ് ലക്ഷ്യം വെക്കുക എന്നത് മാത്രമേ അർജന്റീനക്കുണ്ടായിരുന്നുള്ളൂ. നിരന്തരം അറ്റാക്ക് ചെയ്ത് വീണ്ടും ഗോളടിക്കുക എന്നതായിരുന്നു അർജന്റീനയുടെ ലക്ഷ്യം. ലിയണൽ മെസ്സിയുടെ മനോഹര മുന്നേറ്റങ്ങൾ കണ്ടെങ്കിലും ഗോളിലേക്ക് കൺവേർട്ട് ചെയ്യാൻ മെസ്സിക്ക് സാധിച്ചില്ല. ജയമല്ലാത്തതൊന്നും അർജന്റീനയുടെ മുന്നിലില്ല. വിലപ്പെട്ട 3 പോയിന്റുമായി അർജന്റീനക്ക് ഗ്രൂപ്പ് സ്റ്റേജ് കടന്ന് കയറേണ്ടതുണ്ട്. ലോകകപ്പിലെ ചാമ്പ്യന്മാരാകേണ്ടതുണ്ട്. അങ്ങനെ അർജന്റീന ആരാധകർ കാത്തിരുന്ന മറ്റൊരു നിമിഷത്തിന് കൂടി വഴി തുറന്നു. മെസ്സിയുടെ അസിസ്റ്റിൽ നിന്നും യുവതാരം എൻസോ ഫെർണാണ്ടസിന്റെ മയവിലായ വലങ്കാലൻ ഷോട്ടിനും ഒച്ചാവോക്ക് മറുപടി നൽകാനായില്ല. അർജന്റീന 2 മെക്സിക്കോനിൽ. സൗദിയോടെ ഏറ്റ പരാജയത്തിന് അർജന്റീന തിരിച്ചു വന്നിരിക്കുന്നു. ലോകമെമ്പാടുമുള്ള അർജന്റീന ആരാധകർ കൂരിരുട്ടിനെ സാക്ഷി നിർത്തിക്കൊണ്ട് തങ്ങളുടെ ആഘോഷങ്ങൾ തുടങ്ങി. അതുവരെ കുത്തിനോവിച്ച മറ്റു അർജന്റീന വിരോധികൾക്കുള്ള മറുപടിയായിരുന്നു ആ ഗോൾ. അങ്ങനെ അർജന്റീന മത്സരം 2-0 വിജയിക്കുകയും പിന്നെയുള്ള ഓരോ മത്സരങ്ങളും ജീവ പോരാട്ടങ്ങളായി കണ്ടുകൊണ്ട് അർജന്റീന ഖത്തറിൽ കിരീടം ചൂടിയതും എത്ര മനോഹരമായല്ലേ കണ്ടു തീർത്തത്. ആ മനോഹര മുഹൂർത്തങ്ങൾക്ക് ഇന്നൊരു വർഷം പിന്നിടുകയാണ്. ഡിസംബർ 18 മെസ്സിയും അർജന്റീനയും ലോകം ജയിച്ച ദിവസം. ഒരർജന്റീന ആരാധകനും മറക്കാൻ പറ്റാത്ത ദിവസം. തോൽവികളിലും തളരാത്ത മനുഷ്യർക്കു വേണ്ടി, തോൽവികൾ സ്ഥിരമാക്കിയപ്പോഴും കൈവിടാത്ത ആരാധകർക്കു വേണ്ടി ഈ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. വാമോസ് അർജന്റീന.